ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല, ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. എന്താണ് അഖിലന്നാവതി വിഷയത്തിൽ സംഭവിച്ചത്? കൊല, ആടും, അവളിട്ടത്തിനോ എന്തെങ്കിലും കാരണത്തിന്റെ പുറത്തോ പോയി. എന്തുവാ വിഷയം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറിനാട് സ്റ്റേഷനിൽ ഒന്ന് തിരക്കണം. അല്ലാതെ ചുമ്മാ വായി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയരുത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിലന്നാവതിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്. അപ്പം അതാണ് ഇപ്പോഴത്തെ കണ്ടന്റ്. ഇവിടെ നാട്ടിൽ മൊത്തം ഇപ്പൊ ചർച്ച ചെയ്യുന്ന അഖിലന്നാവതിയുടെ പെണ്ണുപിള്ളയുടെ കേസാണ്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് സോറി. സോ സീംസ് ടു ബി എ വെരി പെർഫെക്റ്റ് കപ്പിൾ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണത്. വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. എന്താണ് അഖിലന്നാവതി വിഷയത്തിൽ സംഭവിച്ചത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കൊല, ആടും, പോയിനടാ. ഞാൻ ഈ വീഡിയോ കാണിച്ചതും ഞാൻ ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതും അവൻ ഒരു പാവമാണ്. അവൻ എൻ്റെ നാട്ടുകാരനായതുകൊണ്ടും കൂട്ടുകാരനായതുകൊണ്ടും ഞാൻ പറയുന്നില്ല. എടീ, വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ.